കോതറാണി എന്ന പുലിയരാജ്ഞിയെ കുറിച്ച് അറിയാലോ, സാറിന് ഓ വായിച്ചിട്ടുണ്ടാവുമല്ലോ. തീർച്ചയായും. എന്തായാലും അതെ നമ്മൾ അതെ ചരിത്രം പഠിച്ച ഭാഗമായിട്ട് അതെ അതെ. എത്ര ദളിതനറിയാം ഇങ്ങനെ ഒരു പുലിയരാജ്ഞി നമ്മുടെ കേരളത്തിൽ ഭരിച്ചിരുന്നു, ഇങ്ങനെ ഒരു സാമൂഹ്യ പശ്ചാത്തലം കേരളത്തിലുണ്ട് എന്ന് എത്ര പേർക്കറിയാം? ഇത് എത്ര ദളിതനറിയാം? ഞാൻ അങ്ങനെ തന്നെ ചോദിക്കുകയാണ്, വളരെ കൃത്യമായിട്ട്. കാരണം സവർണൻ അറിയണ്ട, അവന് എന്തായാലും അത് താല്പര്യം ഉണ്ടാവില്ല. എന്തായാലും അത് കേൾക്കുമ്പോൾ അതിനെ അടിച്ചമർത്താനുള്ള സാമൂഹിക വ്യവസ്ഥിതി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നം ഈ ദളിതൻ എന്ന രീതിയിൽ ഒരു ദളിത് വിഭാഗത്തിലുള്ള ആളുകൾക്കെങ്കിലും അറിയണ്ടേ? ഇത് സ്ഥിരം ഒരു സവർണ യുക്തിയാണിത്. ഈ ചോദ്യത്തിൽ ഒരു സവർണ യുക്തിയുണ്ട്. ഉം, കാരണം കുറ്റമെല്ലാം ദളിതരുടെ തലയിലോട്ട് കെട്ടി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ സുഖമായാലും ഇത് ഉം, ഡോക്ടർ പി.കെ. രാജശേഖരനെ പോലുള്ളവർ നേരത്തെ പയറ്റിയ ഒരു സിദ്ധാന്തത്തിന്റെ ഉം, ബാക്കി പത്രമാണ് ആദ്യം ഇവിടെ പറയുന്നതെന്നാണ് ഞാൻ ഉം, മനസ്സിലാക്കുന്നത്. ഉം, ഇതിലൊരു കാര്യമില്ല. ഉം, കാരണം വെച്ചാൽ തീർച്ചയായിട്ടും കേരളത്തെ സംബന്ധിച്ച് ഉം, മഹാത്മാ ഫൂലെ എഴുതുന്നുണ്ടല്ലോ. ഉം, ആരായിരുന്നു ഇന്ത്യയുടെ യഥാർത്ഥ ഭരണകർത്താക്കൾ? അത് മഹാബലിയിലും അതുപോലെ തന്നെ ഉള്ള ഒരു ചരിത്ര പാരമ്പര്യത്തിലേക്ക് മഹാത്മാ ഫൂലെ ഗുലാംഗിരിയിൽ അത്തരം ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. ഉം, ഈ ചരിത്ര ധാരണകളുള്ളവരാണ് കേരളത്തിലെ ദളിതർ. വിദ്യാഭ്യാസം സിദ്ധിച്ച ദളിതർ തീർച്ചയായിട്ടും അത്തരമൊരു അവബോധമുള്ളവരാണ്. ഇപ്പം മഹാത്മാ അയ്യങ്കാളി വേടൻ്റെ പാട്ടുകളിൽ മഹാത്മാ അയ്യങ്കാളി വലിയൊരു എന്താ പറയുക വലിയൊരു വിമോചനാത്മകമായ ബിംബമായിട്ടാണ് കടന്നു വരുന്നത്. കേരള സമൂഹം മുഴുവൻ അത് ഏറ്റെടുത്തിരിക്കുകയാണ്. ഈ മഹാത്മാ അയ്യങ്കാളി ആരെ വെളിച്ചത്ത് കൊണ്ടുവന്നത്? കേരളത്തിലെ സവർണരൊന്നുമല്ല മഹാത്മാ അയ്യങ്കാളിയെ ചരിത്രത്തിലേക്ക് കൊണ്ടുവന്നത്. അത് കുന്നൂഴി മണിയെ പോലെയുള്ളവരാണ് കൊണ്ടുവന്നത്. ഡോക്ടർ ബി ആർ അംബേദ്കറെ ആരാണ് നെഞ്ചേറ്റി കൊണ്ടു നടന്നിരുന്നത്? ഇന്ത്യയിലെ സവർണരാ? ഇന്ത്യയിലെ സവർണരൊന്നുമല്ല. ഇന്ത്യയിലെ ദളിതരും ആദിവാസികളും ബഹുജനങ്ങളുമാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഹൃദയത്തിൽ കൊണ്ടു നടന്നത്. അതുകൊണ്ട് ഇത് കോതറാണിയുടെ മാത്രം ചരിത്രമല്ല. ഡോക്ടർ ബി ആർ അംബേദ്കറെയും മഹാത്മാ അയ്യങ്കാളിയെയും സഹോദരൻ അയ്യപ്പനെയും നാരായണ ഗുരുസ്വാമികളെയും കൊണ്ടു നടന്നത് ഇന്ത്യയിലെ കേരളത്തിലെ സവർണ ജാതി വിഭാഗത്തിൽ നിന്നുള്ളവരല്ല. അത് തങ്ങളുടെ വിമോചനത്തിന് വേണ്ടി ഡോക്ടർ ബി ആർ അംബേദ്കറെയും നാരായണ ഗുരുവിനെയും സഹോദരൻ അയ്യപ്പനെയും മഹാത്മാ അയ്യങ്കാളിയെയും നെഞ്ചിലേറ്റി കൊണ്ടു നടന്നത് ഇന്ത്യയിലെ ദളിതരും ഇന്ത്യയിലെ ആദിവാസികളും ബഹുജനങ്ങളുമാണ്. അപ്പം ആ യാഥാർത്ഥ്യം മറച്ചു പിടിച്ചുകൊണ്ടാണ് അയ്യോ ദളിതർ അവരുടെ ചരിത്രം മറന്നുപോയി എന്ന് വിലപിക്കുന്നത്. ഞാനൊരു ചെറിയ ചോദ്യം ചോദിച്ചോട്ടെ. എന്തുകൊണ്ടാണ് സവർണർ കോതറാണിയുടെ ചരിത്രം അറിയാത്തതെന്ന് നമ്മൾ ചോദിക്കാത്ത എന്താ അങ്ങനെ ഒരു ചോദ്യം ഉന്നയിക്കാത്തത്? എന്നോട് ഈ അടുത്തിടെ ഞാനൊരു പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ പരിപാടി പങ്കെടുത്തപ്പോൾ അവിടെ എന്നോട് ചോദിച്ച ചോദ്യം, എന്തുകൊണ്ടാണ് ഈഴവർ അയ്യങ്കാളിയെ പറ്റി പഠിക്കാത്തത്? എന്തുകൊണ്ടാണ് പുലയർ നാരായണ ഗുരുവിനെ പറ്റി പഠിക്കാത്തത്? അപ്പം ഞാൻ ചോദിച്ച ചോദ്യം, എന്തുകൊണ്ടാണ് നാരായണ ഗുരുവിനെ അയ്യങ്കാളിയെ പറ്റി നായന്മാർ പഠിക്കാത്തത്? എന്തുകൊണ്ടാണ് നമ്മൾ ചോദിക്കാത്ത എന്താ? കാരണം കുറ്റം ഇന്ത്യയിലെ സവർണ മൂല്യ വ്യവസ്ഥയിൽ നിന്ന് മോചിപ്പിച്ച് കുറ്റം മുഴുവൻ ദളിതരുടെയും ആദിവാസികളുടെയും ബഹുജനങ്ങളുടെയും തലയിൽ കെട്ടിയേൽപ്പിക്കുക എന്നുള്ള ഒരു സവർണ തന്ത്രമാണ്. ആ സവർണ തന്ത്രം വിലപ്പോകത്തില്ല. സാർ ഉന്നയിക്കുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ പോലെയുള്ള അയ്യങ്കാളിയെ പോലെയുള്ള ആളുകൾ നമ്മൾ പഠിക്കുന്നു, അല്ലെങ്കിൽ ആളുകൾക്ക് അറിയാം. ചരിത്രം പഠിക്കുന്ന, ചരിത്രം ശ്രദ്ധിക്കുന്ന പുതിയ തലമുറയുടെ കാര്യമൊന്നും എനിക്കറിയില്ല, പക്ഷെ എന്നാലും ഒരുവിധം അറിയുന്ന ആളുകൾക്ക് ഇതൊക്കെ അറിയാമെന്ന് കൂട്ടിക്കും. പക്ഷേ ഈ കോതറാണി എന്ന് പറയുന്ന പുലയരാജ്ഞിയെക്കുറിച്ച് പറയാനോ കേൾക്കാനോ എവിടെയും രേഖകളോ അല്ലെങ്കിൽ അത്തരത്തിൽ വായനയോ നടക്കുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം അത് സാർ അംഗീകരിക്കുന്നുണ്ടല്ലോ? ഇല്ല, അതിൽ ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നം എന്ന് വെച്ചാൽ, ആരാണ് കേരളത്തിലെ ചരിത്ര പുസ്തകങ്ങളുടെ രചയിതാക്കൾ? നമ്മളത് പരിശോധിക്കണ്ടേ? ആരാണ് കേരളത്തിലെ പാഠപുസ്തക പരിഷ്കരണ കമ്മിറ്റിയിലെ അംഗങ്ങൾ? ഈ പാഠപുസ്തകങ്ങളിലൊക്കെ കോതറാണി വരാത്ത എന്തുകൊണ്ടാണ്? ഒരു പാഠപുസ്തകത്തിലൂടെ ആണല്ലോ കൊച്ചു കുട്ടികളുടെ ഹൃദയങ്ങളിലേക്ക് വരെ ഒരു ആശയം ഇറങ്ങിച്ചെല്ലുന്നത്. എന്തുകൊണ്ടാണ് പാഠപുസ്തകങ്ങളിൽ കോതറാണി ഇല്ലാത്തെന്നൊരു ചോദ്യം നമ്മൾ ചോദിക്കുന്നതിന് പകരം എന്തുകൊണ്ട് പുലയരിത് അറിയുന്നില്ല എന്നാണല്ലോ നമ്മൾ ചോദിക്കുന്നത്. എന്തുകൊണ്ട് കേരളത്തിലെ പാഠപുസ്തകങ്ങളിൽ ഇത്തരം ഒരു ചരിത്രം നിലനിന്നിരുന്നു എന്ന് കേരളത്തിലെ ജനതയോട് മുഴുവൻ പറയേണ്ട ചുമതല ആർക്കാ? അത് തീർച്ചയായിട്ടും പാഠപുസ്തകം നിർമ്മിക്കുന്നവർക്കാ. ആ പാഠപുസ്തകം നിർമ്മിക്കുന്നതിലൂടെ ഇപ്പം ഒരു നൂറ്റാണ്ട് മുമ്പ് നടന്ന ചരിത്രം, വൈക്കം സത്യാഗ്രഹം 100 കൊല്ലമായി. ആ ചരിത്രം വീണ്ടും പൊതുജനങ്ങൾക്ക് മുമ്പിൽ സർക്കാർ എങ്ങനെയാണ് അവതരിപ്പിച്ചത് നമ്മൾ കണ്ടല്ലോ. അതിന് പുതിയ സ്മാരകങ്ങൾ തീർക്കുന്നു. ഇപ്പം സർവ്വവിജ്ഞാനകോശ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും വൈക്കം സത്യാഗ്രഹത്തുമായി ബന്ധപ്പെട്ട് വിജ്ഞാനകോശം പുറത്തു വന്നു. ഇങ്ങനെയൊക്കെയാണ് ഇടപെടലിലൂടെ പുതിയ തലമുറയിലേക്ക് ഈ കാര്യങ്ങൾ എത്തിക്കുന്നത്. ഇപ്പം മഹാത്മാ അയ്യങ്കാളി നമ്മളെങ്ങനെ ഓർക്കുന്നത്? അദ്ദേഹത്തിൻ്റെ മരണവും ജനനവും ആ സ്മരണകൾ ആ ദിവസവും ആഘോഷിച്ചുകൊണ്ട് ആ ദിവസത്തെ ഓർത്തുകൊണ്ടാണ് ആ സ്മരണ നമ്മൾ ചരിത്രത്തിൽ നിലനിർത്തുന്നത്. അപ്പോൾ അതിനെന്ത് വേണം? പ്രാരംഭ നടപടികൾ എന്ന നിലയ്ക്ക് പാഠപുസ്തകങ്ങളിലും ഒക്കെ തന്നെ ഈ ചരിത്രത്തെ അവതരിപ്പിക്കാനുള്ള
ഒരു നടപടി നമ്മൾ സ്വീകരിക്കണം. എപ്പോഴാണ് അയ്യങ്കാളി കേരളത്തിലെ പാഠപുസ്തകങ്ങളിലേക്ക് കടന്നു വന്നത്? സംവരണം പോലെയുള്ള ആശയങ്ങൾ ഇന്ത്യയിൽ നൂറ്റാണ്ടുകളായിട്ട്, പ്രത്യേകിച്ച് സ്വാതന്ത്ര്യത്തിന് ശേഷം നിലനിൽക്കുന്ന ഒരു സംഗതിയാണ് സംവരണ വ്യവസ്ഥ എന്ന് പറയുന്നത്. ആ സംവരണ വ്യവസ്ഥയെ സംബന്ധിച്ച് അതിൻ്റെ സാമൂഹ്യ നീതിയുടെ പക്ഷം വിശകലനം ചെയ്യുന്ന എന്ത് കാര്യമാണ് നമ്മുടെ പാഠപുസ്തകത്തിലുള്ളത്? അതിനെ സംബന്ധിച്ച് ഒരു പാഠമെങ്കിലും നമ്മുടെ പുസ്തകത്തിലുണ്ടോ? സംവരണം സാമൂഹ്യ നീതിയുടെ അടിസ്ഥാനപരമായൊരു പാഠമാണ്. സാമൂഹ്യ നീതിയുടെ അടിസ്ഥാന മൂലം കിടക്കുന്നത് സംവരണത്തിലാണ്. സംവരണത്തിലൂടെ മാത്രമാണ് വിതരണ നീതി സാധ്യമാവുക. കാര്യം ഇങ്ങനെ ഇരിക്കുക. പക്ഷേ ഇതിനെ സംബന്ധിച്ച് ഒരു പാഠം പോലും നമ്മുടെ പാഠപുസ്തകത്തിലില്ല. അങ്ങനെ പാഠപുസ്തകത്തിൽ ഇത് ഉൾപ്പെടുത്തുമ്പോഴാണ് അതിനെ സംബന്ധിച്ച് ജനങ്ങൾക്കൊരു അവബോധം ഉണ്ടാകുക. പക്ഷെ അങ്ങനെ ഒരു അവബോധത്തിലേക്ക് വരുന്ന രീതിയിലൊന്നും തന്നെ നമ്മുടെ പാഠപുസ്തകങ്ങളിലില്ല. അതുപോലെ തന്നെയാണ് കോതറാണിയുടെ വിഷയം. നോക്കൂ, നങ്ങേലിയെ സംബന്ധിച്ച് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നങ്ങേലി ഒരു മിത്താണെന്ന് പറയുന്ന ആളുകളുണ്ട്. നങ്ങേലി അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. നങ്ങേലി മുല മുറച്ചിട്ടില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. പക്ഷെ ആ ചരിത്രത്തെ അങ്ങനെ അല്ലല്ലോ കാണേണ്ടത്. ഒരു മിത്താണെങ്കിൽ പോലും ആ മിത്ത് എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നത് നമ്മൾ പരിശോധിക്കണ്ടേ? അപ്പോൾ ആ നിലയ്ക്ക് കോതറാണി എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നതെന്നും അത് എന്തെന്ത് സാമൂഹികമായ പുരോഗമനാത്മകമായ ഒരു പ്രബുദ്ധ സമൂഹത്തിന് എന്തെന്ത് ആശയങ്ങളാണ് അതിൽ നിന്ന് സ്വീകരിക്കാനുള്ളതെന്നും ഒക്കെ പുതിയ തലമുറയ്ക്ക് മനസ്സിലാകണമെങ്കിൽ എന്ത് വേണം? ആ രീതിയിലുള്ള ഒരു അവബോധം സമൂഹത്തിൽ സൃഷ്ടിക്കപ്പെടാൻ കഴിയണം. അങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നേയില്ല. അതിൻ്റെ ഒരു ഉദാഹരണം മാത്രം ഞാൻ സൂചിപ്പിക്കാം. കേരളത്തിലേക്ക് കൃഷി കൊണ്ടുവന്നത് ബ്രാഹ്മണരാണെന്ന ചരിത്രം എഴുതിയ ആളുകളാണ് കേരളത്തിലുള്ള പ്രമുഖ ചരിത്ര രചയിതാക്കൾ. പക്ഷേ കൃഷി ചെയ്താരാ? കൃഷി ചെയ്തത് പുലയരും പറയരുവ, ആദിവാസികളുമാണ് കൃഷി ചെയ്തത്. പക്ഷേ കേരളത്തിലേക്ക് കൃഷി കൊണ്ടുവന്നത് ബ്രാഹ്മണരാണെന്നാണ് കേരള ചരിത്രത്തെ സംബന്ധിച്ചുള്ള പുസ്തകങ്ങളിൽ പറയുന്നത്. അപ്പോൾ പാടത്തും പറമ്പിലും കഷ്ടപ്പെട്ട പുലയരാരായി മാറി? ഒന്നുമല്ലാത്തവരായി മാറി. കുനിഞ്ഞൊരു പുല്ല് പോലും പറിക്കാത്ത ബ്രാഹ്മണർ കൃഷിയുടെ സൃഷ്ടാക്കളുമായി. അപ്പോൾ ഇങ്ങനെയുള്ള ചരിത്രരചനയാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ടിപ്പു സുൽത്താനെ സംബന്ധിച്ച് നമ്മൾ പറയാറുണ്ടല്ലോ. ഈ ടിപ്പു എങ്ങനെയാണ് ചരിത്രരചനയിലേക്ക് വന്നത്? ടിപ്പുവിനെ എങ്ങനെയാണ് കേരള ചരിത്രം കണ്ടത്? AR രാജരാജവർമ്മയുടെ ആംഗല സാമ്രാജ്യം എന്ന് പറയുന്ന പുസ്തകമുണ്ട്. അത് തിരുവനന്തപുരത്ത് ഒരു സംസ്കൃത കോളേജ് ആരംഭിച്ച സമയത്ത് കേരളവർമ്മ വലിയ കോയിൽ തമ്പുരാൻ്റെ നിർദ്ദേശാനുസരണം ബ്രിട്ടീഷ് ഇന്ത്യ ചരിത്രം സംസ്കൃതത്തിൽ തന്നെ രചിച്ചു AR രാജരാജവർമ്മ. അതിൽ പറയുന്നത് ടിപ്പു എന്ന് പറയുന്ന ആൾ രാവണനെ പോലാണെന്നാണ്, ബ്രിട്ടീഷുകാർ രാമനെ പോലെ. മുസ്ലിങ്ങൾ കേരളത്തിലേക്ക് കാലുകുത്തിയപ്പോൾ കേരളഭൂമി അശുദ്ധമായി എന്നാണ് AR രാജരാജവർമ്മ എഴുതിയത്. ഈ രീതിയിലുള്ള ചരിത്രരചനയാണ് വളരെ പണ്ട് മുതലേ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മുസ്ലിങ്ങളെയും ദളിതരെയും ആദിവാസികളെയും ഒക്കെ ശത്രുസ്ഥാനത്ത് നിർത്തുന്ന, രാക്ഷസവൽക്കരിക്കുന്ന ചരിത്രരചനാ രീതിശാസ്ത്രം. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചത്. കേരളത്തിലേക്ക് കൃഷി കൊണ്ടുവന്നത് ആരാ? കേരളത്തിൽ ഈ പാടത്തും ഒക്കെ പണിയെടുത്ത ദളിതരും ആദിവാസികളുമാണ് പാടത്ത് കൃഷി ചെയ്തത്. പാടത്ത് കൃഷി ചെയ്യുന്നവർക്കല്ലേ അത് സംബന്ധിച്ച് വിജ്ഞാനം ഉണ്ടാവും. എങ്ങനെ കൃഷി ചെയ്യണം, ഏത് സമയത്ത് കൃഷി ചെയ്യണം, ഏത് കാലാവസ്ഥയിൽ കൃഷി ചെയ്യണം എന്നൊക്കെ കൃഷിയുമായി ഇടപെടുന്നവർക്കേ അറിയത്തുള്ളൂ. പക്ഷേ രാജൻ ഗുരുക്കളെ പോലെ കേശവ വെളുത്താട്ടിനെ പോലെ ഒക്കെയുള്ള ആളുകൾ പറഞ്ഞെന്താണ്? ബ്രാഹ്മണരാണ് കേരളത്തിൽ കൃഷി കൊണ്ടുവന്നത്. അവരുടെ കയ്യിലായിരുന്നു ജ്യോതിഷ വിജ്ഞാനം ഉണ്ടായിരുന്നത്. പക്ഷേ കേരളത്തിലെ മധ്യകാലഘട്ടത്തിലുണ്ടായ ഗ്രന്ഥവരികൾ തെളിയിക്കുന്ന അങ്ങനല്ല. മുഹൂർത്തം വാമനപ്പണിക്കർ പണം 1, മുഹൂർത്തം പാടകശ്ശേരിക്ക പണം 1 എന്നിങ്ങനെ തുടങ്ങിയ തിരുവല്ല ഗ്രന്ഥവരിയിലെയും തിരുവല്ല പറമ്പൂരിലെയും ഗ്രന്ഥവരിയും ഒക്കെ തെളിയിക്കുന്ന എന്താണ്? അവർണ സമൂഹത്തിൽപ്പെട്ട ആളുകൾക്ക് ഈ ജ്യോതിഷ വിജ്ഞാനം ഉണ്ടായിരുന്നു എന്നാണ് ഈ ഗ്രന്ഥവരി തെളിയിക്കുന്നത്. എന്നിട്ട് പറയുകയാണ് ബ്രാഹ്മണർ കൊണ്ടുവന്നാണെന്ന്. മുഹൂർത്ത പദവി എന്ന് പറയുന്ന 16-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർത്ഥത്തിലുണ്ടായ ഗ്രന്ഥം, അതിന് പിന്നീട് പുറയന്നൂർ നമ്പൂതിരിപ്പാടിൻ്റെ ഒരു ഭാഷ്യം ഉണ്ടാകുന്നുണ്ട്. അതിൽ പറയുന്നത് ബ്രാഹ്മണരൊഴികെ ആരും ജ്യോതിഷം കൈകാര്യം ചെയ്യാൻ പാടില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? ബ്രാഹ്മണരല്ലാത്തവർക്കും ജ്യോതിഷ വിജ്ഞാനം ഉണ്ടായിരുന്നു എന്ന്, അവരത് കൈകാര്യം ചെയ്തിരുന്നു എന്നുമാണ്. താന്ത്രിക വിദ്യകളിൽ പ്രമുഖരായിരുന്നു. പുലയര് മാത്രമല്ല, പുലയ പറയ വിഭാഗങ്ങളിലുള്ളവരൊക്കെ താന്ത്രിക വിദ്യ നന്നായി ചെയ്തിരുന്നവരാണ്. അത്തരം ആദിവാസി വിഭാഗങ്ങളിൽ അത്തരം കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്, അത്തരം രീതികൾ അനുഷ്ഠിച്ചിട്ടുണ്ട്. ആചാരങ്ങളിൽ അവർക്കത് ഇഴുകിച്ചേർന്ന ആളുകളാണ്. അതെ അതെ. ഇത് തന്ത്രം എന്ന് പറയുന്ന ഒരു മേഖല തന്നെ ബ്രാഹ്മണരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇപ്പം ചരിത്ര പണ്ഡിതനായ RS ശർമ്മ പ്രാചീന ഇന്ത്യയെ സംബന്ധിച്ച് ചരിത്രം എഴുതുമ്പോൾ ശർമ്മ പറയും, എപ്പോഴാണ് ബ്രാഹ്മണർ തന്ത്രഗ്രന്ഥങ്ങൾ രചിക്കാൻ തുടങ്ങിയത്? ഇന്ത്യയിലേക്ക് കടന്നു വന്ന ബ്രാഹ്മണർ തദ്ദേശീയ ഗോത്ര ജനവിഭാഗങ്ങളുമായി ഇടകലർന്ന് താമസിക്കുകയും അങ്ങനെ ഇടകലർന്ന് വസിക്കുന്ന സമയത്ത് ആ തദ്ദേശീയ ജനവിഭാഗങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങളെ ബ്രാഹ്മണർ ഗ്രന്ഥവൽക്കരിച്ചു, സംസ്കൃതത്തിൽ എഴുതി ചേർത്തു. അപ്പോഴാണ് തന്ത്രഗ്രന്ഥങ്ങൾ ഉണ്ടാകുന്നതെന്ന് ശർമ്മ നിരീക്ഷിക്കുന്നുണ്ട്. അത് കേരളത്തെ സംബന്ധിച്ചും വളരെ ശരിയാണ്, വളരെ കൃത്യമാണ്.
നോക്കൂ, ചെങ്ങന്നൂരുമായി ബന്ധപ്പെട്ട തിരുച്ചെങ്ങന്നൂരുമായി ബന്ധപ്പെട്ട തിരുപ്പുലിയൂർ ഗ്രന്ഥവരിയിൽ പറയുന്നത് കൂന്തൽ എന്നൊരു ഭൂതം അതിന് ശാസ്താവായി നിവേദ്യം എന്ന് കാണാം. കൂന്തൽ എന്നൊരു ഭൂതം അതിന് ശാസ്താവായി നിവേദ്യം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണർ വരുന്നതിന് മുമ്പ് അവിടെ ഉണ്ടായിരുന്ന ആരായിരുന്നു? കൂന്തൽ എന്ന് പറയുന്ന ഭൂതമായിരുന്നു. ആ കൂന്തലിനെ ബ്രാഹ്മണർ ആരാക്കി മാറ്റി? ശാസ്താവാക്കി മാറ്റി. 7-ാം നൂറ്റാണ്ടിലുണ്ടാകുന്ന ബാണഭട്ടൻ്റെ കാദംബരിയിലും ഹർഷചരിതത്തിലും ഒക്കെ കാളിയെ പൂജിക്കുന്ന ശബരരെ പറ്റി പരാമർശമുണ്ട്. ഒഡീഷയിലെ പുരി ജഗന്നാഥ ക്ഷേത്രം ശബരരുടെ അമ്പലമായിരുന്നു. തിരുപ്പതി ക്ഷേത്രം ആദ്യകാലത്ത് ചാമകൃഷി ചെയ്ത ആദിവാസികളാണ് അവിടെ പന്നിയെ പൂജിച്ചുകൊണ്ടിരുന്നത് എന്ന് സ്കന്ദപുരാണത്തിൽ തന്നെ തിരുപ്പതി മാഹാത്മ്യത്തിൽ വളരെ വ്യക്തമായ പരാമർശമുണ്ട്. ഇങ്ങനെ നോക്കിയാൽ കേരളത്തിലെയും ഇന്ത്യയിലെയും ഒക്കെ തന്നെ താന്ത്രിക പാരമ്പര്യത്തിൻ്റെ നേരവകാശികൾ ഇന്ത്യയിലെ അവർണ സമൂഹങ്ങളായിരുന്നു. വൈദികമായ യാഗയജ്ഞാതി കർമ്മങ്ങൾ ചെയ്യുന്ന ബ്രാഹ്മണർ വൈദികമായ യാഗയജ്ഞാതി കർമ്മങ്ങൾക്ക് കോട്ടം തട്ടുകയും ഫ്യൂഡൽ നാടുവാഴി സമ്പ്രദായങ്ങളുടെ അല്ലെങ്കിൽ ആ രാജാക്കന്മാരുടെയൊക്കെ പിന്തുണ നഷ്ടപ്പെട്ട അവസരത്തിൽ ജനങ്ങൾക്കിടയിൽ പ്രചരിച്ചിരുന്ന ഈ അനുഷ്ഠാനങ്ങളിലേക്ക് അവർ കടന്നു കയറുകയായിരുന്നു. അങ്ങനെയാണ് തന്ത്രം ആരുടേതായി മാറിയത്? പിൽക്കാലത്ത് ബ്രാഹ്മണരുടേതായി മാറിയത്. അല്ലാതെ തന്ത്രവുമായി ബന്ധപ്പെട്ട് ബ്രാഹ്മണർക്ക് ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നില്ല. തന്ത്രം ചെയ്തിരുന്നവരെ കേരളത്തിലെ സവർണ നമ്പൂതിരിമാർ, മറ്റ് ബ്രാഹ്മണർക്കിടയിൽ തന്നെ മൂസതുമാരെന്നും നമ്പൂതിരിമാരെന്നും ഭട്ടതിരിമാരെന്നും ഒക്കെ ധാരാളം വേർതിരിവുകളും ശ്രേണീകരണമുണ്ട്. അതുകൊണ്ട് ഉയർന്ന ബ്രാഹ്മണർ, പ്രതിഷ്ഠാതി കർമ്മങ്ങൾ ചെയ്യുന്ന ബ്രാഹ്മണരെ കുറഞ്ഞ ബ്രാഹ്മണരായിട്ടാണ് കണ്ടിരുന്നത്. ഭദ്രകാളിയെ പൂജിക്കുന്ന അടികളെ പതിതർ എന്നാണ് ശാങ്കരസ്മൃതി അടയാളപ്പെടുത്തിയിരുന്നത്. ഇതെല്ലാം തെളിയിക്കുന്നത് എന്താണ്? തന്ത്രവുമായി ബന്ധപ്പെട്ട് ബ്രാഹ്മണർ തന്ത്രത്തെ തന്നെ അടിമുടി ഒരു പതിതമായ നിമ്നമായ സമ്പ്രദായമായിട്ടാണ് കണ്ടിരുന്നത് എന്നുള്ളതാണ് അതിൽ നിന്ന് തന്നെ തെളിയുന്നത്.